ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. അത് സംബന്ധിച്ച് യാതൊരുവിധ ചർച്ചയും പാർട്ടി നടത്തിയിട്ടില്ല. ഏപ്രിൽ 1-ന് സ്വീകരിക്കേണ്ട നടപടികൾ എന്തൊക്കെയാണെന്നുള്ളത് LDF ചർച്ച ചെയ്ത് തീരുമാനിക്കും. വിനോദസഞ്ചാര മേഖല വലിയൊരു പ്രതിസന്ധിയാണ്. അങ്ങനെ ഒരു കാര്യവും പാർട്ടി ഇപ്പം ചർച്ച ചെയ്തിട്ടില്ല. ചർച്ച ചെയ്യുന്ന സന്ദർഭത്തിൽ മാത്രമാണ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ പാർട്ടിക്ക് പരിശോധിക്കാൻ സാധിക്കും. ഇപ്പം അങ്ങനെ ഒരു പരിശോധനയും പാർട്ടി നടത്തിയിട്ടില്ല. CPM അങ്ങനെ ഒരു ചർച്ച നടത്തിയിട്ടില്ല. നിങ്ങൾ ഏതോ മാധ്യമം കൊടുത്തിട്ട് വാർത്തയാണ്. ആ മാധ്യമങ്ങളെ ആരോ പറ്റിക്കുന്നുണ്ട്. ആ റിപ്പോർട്ട് നൽകിയിട്ടുള്ള മാധ്യമം പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ ഒരു തീരുമാനമായി റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ നിജസ്ഥിതി അന്വേഷിക്കേണ്ടതായിരുന്നു. ഇപ്പം മദ്യനയം ചർച്ച ചെയ്യുമ്പോഴല്ലേ സഖാബിയെ പറയാൻ പറ്റൂ. ഇപ്പം തന്നെ ഞാൻ നയം പ്രഖ്യാപിക്കുന്നത് ശരിയാണോ? ടൂറിസം മേഖലയെ ഉണ്ടാക്കിയിട്ടുള്ള പ്രത്യാഘാതങ്ങളെ സംബന്ധിച്ച് ടൂറിസം വകുപ്പ് ഒരു പഠനം നടത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഓരോ വകുപ്പും ഇത് സംബന്ധിച്ചിട്ടുള്ള പ്രത്യാഘാതങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ സുപ്രീം കോടതിയുടെ വിധിയുണ്ട്. പാതയോരത്ത് നിന്ന് മാറ്റണമെന്നുള്ള സുപ്രീം കോടതിയുടെ വിധിയുണ്ട്. അതിന് പുതിയ ക്ലാരിഫിക്കേഷൻ ഇന്ന് അറ്റോർണി ജനറലായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. നേരത്തെ ഇത് സംബന്ധിച്ച് നിയോഗിച്ച കമ്മീഷൻ റിപ്പോർട്ടുകളുണ്ട്. രാമേന്ദ്രൻ നായർ കമ്മീഷൻ റിപ്പോർട്ടുണ്ട്, ഉദയഭാനു കമ്മീഷൻ റിപ്പോർട്ടുണ്ട്. ഈ കമ്മീഷൻ റിപ്പോർട്ടുകളെല്ലാം പരിശോധിച്ചുകൊണ്ടായിരിക്കും ഒരു നയത്തിന് രൂപം കൊടുക്കുന്നത്. ഏപ്രിൽ 1-ന് മുമ്പ് ഇത് സംബന്ധിച്ച് ചർച്ച ചെയ്ത് തീരുമാനിക്കും. ക്ലാരിറ്റി വരുത്താനല്ലേ ചർച്ച ചെയ്യുന്നത്. ക്ലാരിറ്റി ഇങ്ങനെ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്തിട്ടല്ല ക്ലാരിറ്റി വരുത്തുന്നത്. അത് സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ പരിശോധിച്ച് LDF-ന്റെ സംസ്ഥാന കമ്മിറ്റി ഇത് സംബന്ധിച്ചൊരു നയം രൂപീകരിക്കും. LDF അത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോവിൽ ചില കാര്യം പറഞ്ഞിട്ടുണ്ട്. ആ മാനിഫെസ്റ്റോവിനെയും കൂടി അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും നയരൂപീകരണം നടത്തുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് മദ്യമുതലാളിമാരുമായി CPM-ഉം ഇടതുപക്ഷവും പൊതുവിലൊരു ധാരണയുണ്ടാക്കി. ആ ധാരണ നടപ്പിലാക്കാനാണ് ശ്രമിക്കുന്നതെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. പ്രതിപക്ഷം മദ്യ മേഖലയെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്നുള്ളത് ബാർ കുംഭകോണ കേസ് പുറത്തു വന്നതോടുകൂടി വ്യക്തമായിരുന്നല്ലോ. ഏതായാലും അങ്ങനെയൊരു നയം ഇടതുപക്ഷം സ്വീകരിക്കില്ല. UDF സ്വീകരിച്ചതുപോലെ ബാർ കുംഭകോണം നടത്താൻ വേണ്ടിയുള്ളൊരു മദ്യനയം ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് അംഗീകരിക്കാൻ പോകുന്നില്ല. അവരുടെ കാലത്ത് ചെയ്തതുപോലെയാണെന്ന് വിചാരിച്ചിട്ടാണ് ഈ പ്രചരണം നടത്തുന്നത്. അത് UDF-ന്റെ നയമാണ്. LDF അത്തരത്തിലുള്ള കാര്യങ്ങളുടെ പിന്നാലെ പോകുന്നതല്ല. ഒരു അഴിമതിരഹിതമായ മദ്യനയത്തിന് തുടക്കം കുറിച്ച് കഴിഞ്ഞു. ഇപ്പോൾ ഈ ഗവൺമെൻറ് 9 മാസമായിട്ടും അത്തരത്തിലുള്ള യാതൊരു ആക്ഷേപവും പുറത്തു വന്നിട്ടില്ലല്ലോ. അത്തരം കാര്യങ്ങൾ സുതാര്യമായി ചെയ്യാൻ ഗവൺമെൻറ് കഴിയും എന്നുള്ളത് വ്യക്തമാക്കി 9 മാസത്തിനിടയിൽ. അല്ല, നയം ചർച്ച ചെയ്ത സന്ദർഭത്തിൽ അത് ആലോചിക്കാനല്ലാതെ ഇപ്പം നിങ്ങൾ ചോദിക്കുന്ന ഓരോരുത്തരും ഞാൻ ഉത്തരം പറഞ്ഞാൽ പിന്നെ LDF-ന്റെ സംസ്ഥാന കമ്മിറ്റി ചേരേണ്ട കാര്യമുണ്ടോ? LDF ചർച്ച ചെയ്തിട്ടൊരു നയം തീരുമാനിക്കും. അതിപ്പോൾ ഓരോന്നിനും നിങ്ങളിങ്ങനെ ചോദിച്ച് നിങ്ങൾക്ക് കാണുന്ന ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ചോദ്യമാണത്. ഏതായാലും അങ്ങനെയുള്ള ചോദ്യങ്ങളിൽ കൂടി ഇപ്പം നിങ്ങൾ അതിന് ഉത്തരം കാണാൻ ശ്രമിക്കേണ്ട. LDF ചർച്ച ചെയ്ത് തീരുമാനം എടുക്കുന്ന സന്ദർഭത്തിൽ അതിന് വ്യക്തത വരും. അപ്പോൾ നിങ്ങളുടെ ചർച്ചയൊക്കെ വിരാമം ഇടാൻ അപ്പോൾ കഴിയും. നിങ്ങൾ ധൃതി പിടിക്കണ്ട. മദ്യം കിട്ടാത്തതുകൊണ്ട് കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ധൃതി പിടിക്കണ്ട. നമുക്ക് തീരുമാനം LDF-ൻ്റെതായിട്ട് തന്നെ കൈക്കൊള്ളും. ആ ആര് അതിരപ്പള്ളിനെ സംബന്ധിച്ച് അഭിപ്രായ സമന്വയം ഉണ്ടാക്കിയിട്ട് മാത്രമേ പദ്ധതി നടപ്പാക്കുള്ളൂ. ഇപ്പം അത് സംബന്ധിച്ച് LDF തീരുമാനിച്ചിട്ടില്ല. LDF ചർച്ച ചെയ്ത് അഭിപ്രായ സമന്വയം ഉണ്ടാക്കിയിട്ടായിരിക്കും അതിരപ്പള്ളി പദ്ധതി നടപ്പാക്കാൻ പോകുന്നത്. അല്ല, ഇലക്ട്രിസിറ്റി ബോർഡിനൊരു നിലപാടുണ്ട്. ആ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ നിലപാട് അവർ ഈ പദ്ധതി വന്നാൽ വൈദ്യുതി ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ കഴിയും എന്താണ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ നിലപാട്. അത് പ്രായോഗികമായി നടപ്പ് വരുത്തുമ്പോൾ എല്ലാ അഭിപ്രായങ്ങളും പരിഗണിച്ച് കൊണ്ടായിരിക്കും ഒരു തീരുമാനമെടുക്കുക. അഭിപ്രായ സമന്വയം ഉണ്ടാക്കിക്കൊണ്ടായിരിക്കും അത് നടപ്പിലാക്കുക.
CPIയുടെ അഭിപ്രായം ഇപ്പം പറയുന്നതല്ല, പണ്ട് മുതലേ CPIക്ക് അഭിപ്രായമുണ്ട്, അവരുടെ സംഘടനക്കും അഭിപ്രായമുണ്ട്, മുമ്പത്തെ ഗവൺമെൻറ്റുള്ള കാലത്തും അഭിപ്രായമുണ്ട്. എല്ലാ അഭിപ്രായങ്ങളും പരിഗണിച്ചുകൊണ്ട് ഉള്ളൊരു നിലപാടായിരിക്കും സ്വീകരിക്കുക. വൈദ്യുതി ഉൽപ്പാദനം എങ്ങനെ വർദ്ധിപ്പിക്കാൻ കഴിയും, അതിന് അവർക്കുള്ള അഭിപ്രായം കൂടി ചർച്ച ചെയ്യും. അതിനാവശ്യമായ പ്രായോഗികമായ നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ, ബദൽ നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ ചർച്ചയ്ക്ക് വിധേയമാക്കും. പദ്ധതി നടപ്പാക്കാമെന്ന് മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് ചർച്ചയിൽ നടപ്പാക്കുമെന്ന് പറയുന്നത്. ഓരോ വകുപ്പിനും ആ വകുപ്പിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി സമീപനം ഉണ്ടാവും. ആ വകുപ്പെടുക്കുന്ന നിലപാട് പ്രായോഗികമാക്കുമ്പോൾ LDF ചർച്ച ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ട് മാത്രമേ അവസാന തീരുമാനം എടുക്കുള്ളൂ. ഇപ്പം അത് സംബന്ധിച്ചൊരു വിവാദം ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഒരു കാര്യം കൂടി, അടുത്ത ഇടതുമുന്നണി യോഗത്തിൽ തന്നെ ഈ മദ്യനയത്തിൽ തീരുമാനം ഉണ്ടാകുമോ? അങ്ങനെയാണോ നിലവിലുള്ള? ഞാൻ പറഞ്ഞല്ലോ, ഏപ്രിൽ 1 മുമ്പ് ചേരുന്ന LDF യോഗത്തിനകത്ത് ഇത് ചർച്ച ചെയ്ത് തീരുമാനിക്കും. ഏപ്രിൽ 1 മുമ്പ് ഇപ്പം നാളൊരു LDF യോഗം ഉണ്ടെങ്കിൽ ആ യോഗത്തിൽ തീരുമാനിക്കണമെന്നില്ല. ഏപ്രിൽ 1 മുമ്പ് അത് സംബന്ധിച്ച് ചർച്ച ചെയ്തിട്ടുള്ള ഒരു തീരുമാനം LDF കൈക്കൊള്ളും. ഇങ്ങനെയുള്ള വാർത്തകളോട് പ്രതികരിക്കേണ്ട കാര്യം എനിക്കില്ല. അത് നിങ്ങളുടെ അഭിപ്രായമാണ്, നിങ്ങളുടെ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത്. ഓരോന്നിനോടും പ്രതികരിച്ച് LDF എടുക്കേണ്ട തീരുമാനം ഞാൻ പ്രഖ്യാപിക്കേണ്ട കാര്യമില്ല. അത് LDFനുള്ള അധികാരം ഞാൻ കവർന്നെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അത് നിങ്ങളും കവർന്നെടുക്കരുത്, അത് ഞങ്ങൾക്ക് വിട്ടുതരണം. ശരി. കോടിയേരി ബാലകൃഷ്ണൻ, മദ്യനയം സംബന്ധിച്ച് പുറത്തെത്തുന്ന വാർത്തകൾ ശരിയല്ല. LDFൽ ഇത് ഇപ്പോൾ ചർച്ച ചെയ്തിട്ടില്ല, നയം ചർച്ച ചെയ്യാനിരിക്കുന്നതേ ഉള്ളൂ. ഏപ്രിലിന് മുമ്പ് ചേരുന്ന LDFൽ ഇത് വിശദമായി ചർച്ച ചെയ്യുമെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. അതിരപ്പള്ളി പദ്ധതിയുമായി ബന്ധപ്പെട്ട അഭിപ്രായ സമന്വയം രൂപപ്പെടുത്തിയതിനു ശേഷം മാത്രമേ പദ്ധതി നടത്തിപ്പിലേക്ക് പോകൂ. ആർക്കെങ്കിലും അഭിപ്രായ ഭിന്നതകൾ ഉണ്ടെങ്കിൽ ഇതൊക്കെ വൈദ്യുതി ഉൽപ്പാദനത്തിലെ ബദൽ മാർഗങ്ങൾ നിർദ്ദേശിച്ച് ഈ വിധത്തിൽ അഭിപ്രായ സമന്വയം രൂപപ്പെടുത്തിയ ശേഷം മാത്രമേ അതിരപ്പള്ളി പദ്ധതിയുമായി ബന്ധപ്പെട്ടും മുമ്പോട്ട് പോവുകയുള്ളൂ. ഇതൊക്കെ LDFൽ ഏപ്രിൽ കൂടുന്ന LDFൽ ചർച്ച ചെയ്തതിനു ശേഷം മാത്രമേ രൂപീകരിക്കൂ എന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത്. ഇപ്പോൾ വിവരങ്ങളുമായി ജിതിൻ ചന്ദ്രൻ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. ജിതിൻ, ഇപ്പോൾ മദ്യനയവുമായി ബന്ധപ്പെട്ട് പുറത്ത് പ്രചരിക്കുന്ന വാർത്തകളെയൊക്കെ നിഷേധിച്ചുകൊണ്ടാണ് കോടിയേരി ബാലകൃഷ്ണൻ കാര്യങ്ങൾ വ്യക്തമാക്കിയത്. എന്തൊക്കെയാണ് കോടിയേരി പറഞ്ഞത് അതിരപ്പള്ളിയിലും മദ്യനയത്തിലും? അജിംഷാദ്, മദ്യനയം സംബന്ധിച്ചും ഒപ്പം അതിരപ്പള്ളി വിഷയത്തിലും CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ തന്റെ നിലപാട് വളരെയധികം വ്യക്തമാക്കിയിരിക്കുന്നു. മദ്യനയവുമായി ബന്ധപ്പെട്ട നിലവിൽ പുറത്തുവരുന്ന വാർത്തകളെല്ലാം തന്നെ തെറ്റാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മദ്യനയം CPM സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്തതായും ചില തീരുമാനങ്ങളിൽ ധാരണകളിൽ എത്തിയതായും പല മാധ്യമങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്ത നൽകിയിരുന്നു. ഈ വാർത്തകളെല്ലാം തന്നെ തെറ്റാണ് എന്നാണ് കോടിയേരി വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിൽ ടൂറിസം വകുപ്പ്, LDFO, CPM സെക്രട്ടേറിയറ്റോ മദ്യനയം സംബന്ധിച്ച യാതൊരു തീരുമാനവും എടുത്തിട്ടില്ല. സർക്കാരാണ് മദ്യനയം സംബന്ധിച്ച തീരുമാനം എടുക്കേണ്ടതും. അതുകൊണ്ട് തന്നെ അതിന് മുന്നോടിയായി LDF ഇത് ചർച്ച ചെയ്യുമെന്നല്ലാതെ നിലവിൽ ഇത്തരത്തിൽ യാതൊരു ചർച്ചയും നടത്തിയിട്ടില്ല. ഒപ്പം ടൂറിസം മേഖലയെ മദ്യനയം പ്രതികൂലമായി ബാധിച്ചു എന്നത് സംബന്ധിച്ച് ടൂറിസം വകുപ്പ് പഠനം നടത്തിയിരുന്നു. ഈ പഠന റിപ്പോർട്ടാണ് നിലവിൽ ലഭിച്ചിട്ടുള്ളത്. അതല്ലാതെ അതിന് അപ്പുറത്തേക്കുള്ള ചർച്ചകളൊന്നും തന്നെ നടന്നിട്ടില്ല എന്നും മദ്യനയം നടപ്പാക്കുന്നതിന് മുമ്പായി LDF യോഗം ഇക്കാര്യം ചർച്ച ചെയ്യുമെന്നും കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കി. എന്നാൽ എന്നത്തെ LDF യോഗത്തിലായിരിക്കും അത് ചർച്ച ചെയ്യുക എന്ന കാര്യം അദ്ദേഹം പറഞ്ഞില്ല. ഏപ്രിൽ 1 മുമ്പ് നടക്കുന്ന LDF യോഗം മദ്യനയം സംബന്ധിച്ച് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും. അത് LDF തന്നെ പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. എന്തായാലും നിലവിൽ അത്തരത്തിലുള്ള ചർച്ചകളൊന്നും നടന്നിട്ടില്ല. അത് സംബന്ധിച്ച് വന്ന വാർത്തകളെല്ലാം തെറ്റാണ് എന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ അതിരപ്പള്ളി പദ്ധതി സംബന്ധിച്ചും അദ്ദേഹം നിലപാട് വ്യക്തമാക്കുകയുണ്ടായി. അഭിപ്രായ സമന്വയത്തിന് ശേഷം മാത്രമേ പദ്ധതി നടപ്പാക്കൂ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നിലവിൽ KSEBയുടെ വൈദ്യുത വകുപ്പിന്റെ അഭിപ്രായമാണ് കഴിഞ്ഞ ദിവസം വൈദ്യുത വകുപ്പ് മന്ത്രി MM മണി സഭയിൽ പറഞ്ഞിരിക്കുന്നത്. എങ്കിലും അത് നടപ്പാക്കുന്നതിന് മുന്നായി LDF ചർച്ച ചെയ്യും. അഭിപ്രായ സമന്വയം ഉണ്ടാക്കിയ ശേഷം മാത്രമേ പദ്ധതി നടപ്പാക്കൂ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. CPI അടക്കമുള്ള കക്ഷികൾ പരസ്യമായി പദ്ധതിക്കെതിരെ രംഗത്തെത്തിയിരുന്നു. അവരുമായും എല്ലാം ചർച്ച ചെയ്ത ശേഷം LDFും ചർച്ച ചെയ്ത ശേഷം ഇക്കാര്യത്തിൽ ഒരു സമ്പൂർണ്ണമായ അഭിപ്രായ സമന്വയം ഉണ്ടാക്കിയ ശേഷം മാത്രമായിരിക്കും അതിരപ്പള്ളി പദ്ധതി നടപ്പാക്കുക എന്നാണ് കോടിയേരി വ്യക്തമാക്കിയിരിക്കുന്നത്. അജിംഷാദ്. ശരി ജിതിനാണ് വിവരങ്ങൾ നൽകിയത്.